രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഒന്നെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു ഭർത്താവാകുക, അല്ലെങ്കിൽ അവളെ ഭാര്യയാക്കുക. ഒരു സ്ത്രീ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഡോക്ടറോട് പറഞ്ഞാൽ അവർ കാമുകയായി, ഭാര്യയായി. നീ അതും ഇതും മനസ്സിൽ ഉതുവിർപ്പിച്ച് മേക്കിംഗ് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ. സങ്കല്പങ്ങളുടെ ചിതൽപ്പറ്റിൽ ജീവിക്കാൻ നീ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഈ രോഗികളോട് ഉപയോഗിക്കുന്ന ഭാഷ എന്നോട് പറയരുത്. ഞാൻ നിങ്ങളുടെ രോഗിയല്ല, ഭാര്യയാണ്. അതെ, പക്ഷേ ഇപ്പൊ നീ രോഗിയാണ്. ആഹാ, അവിടം വരെ ആയോ? എങ്കിൽ രോഗം എനിക്കോ നിങ്ങൾക്കോ എനിക്കൊന്നും അറിയണം. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഭ്രാന്തില്ല. പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ എന്നെ ഭ്രാന്തിയാക്കുക അല്ലേ? ഇതാര്? മിസ്സസ് ഐസക്കോ? വരണം. ഡോക്ടർ, ഡോക്ടർ രണ്ടിലൊന്നും എനിക്ക് പറയണം. എനിക്കാണ് എന്റെ ഭർത്താവിനാണ് ഭ്രാന്ത്. ഇരിക്കൂ. എന്താണ് പ്രശ്നം? അങ്ങനെ കാണിക്കുന്ന വൃത്തികേടുകൾ പറഞ്ഞു പോയാ എനിക്ക് ഭ്രാന്ത്, അല്ലെങ്കിൽ തോന്നല്. ഓ, സഹിച്ചു മടുത്തു ഡോക്ടർ. ഇനി എനിക്കറിയണം ഞങ്ങളിൽ ആർക്കാ ഈ രോഗമെന്ന്. ഭാര്യയ്ക്ക് അന്യ സ്ത്രീകളെ സമീപിക്കുന്നവർക്കോ അതുകൊണ്ട് പറയുന്നവർക്കോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ അല്ലേ ഡോക്ടർ, എത്ര പ്രാവശ്യം കൺസൾട്ടിംഗ് റൂം വരെ ഇരുന്നില്ല അങ്ങനെ ഓരോന്ന് ഒപ്പിക്കുന്നേ. ഇതൊരു രോഗമാണോ ഡോക്ടർ? ഇവിടെ രോഗമാണ് എന്നുള്ളതല്ല, എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഇരിക്കൂ. ടെൽ മീ, കൺസൾട്ടിംഗ് റൂമിൽ നിങ്ങൾ എന്താണ് കണ്ടത്? ഒരു മരുന്നുകടക്കാരന്റെ ഭാര്യ, നല്ല ചെറുപ്പക്കാരി. അവിടെ വന്ന് അങ്ങനോട് പറയാ എന്റെ ജീവിതത്തിൽ ഡോക്ടർ മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിന്റെ അർത്ഥം? മിസ്സസ് ഐസക്, എന്തുകൊണ്ടാ ചെറുപ്പക്കാരി ഒരു രോഗിയായിക്കൂടാ, രോഗിയുടെ ബന്ധുവായിക്കൂടാ? ഇവരൊക്കെ അവരുടെ വേദനകൾ. ഡോക്ടറെ, ഇത് ആ വേദന അല്ല. കേൾക്കൂ, അവരുടെ വേദനകൾ ഒരു ഡോക്ടറോട് പറഞ്ഞിരിക്കും. ഇതിനൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നാൽ? ഞാൻ പറയുന്നത് ഡോക്ടർക്ക് മനസ്സിലാഞ്ഞിട്ടാ. ആ സ്ത്രീയുടെ കെട്ടിയവനൊരു കിഴവനാണെന്നേ. ഇതൊന്നും നിങ്ങളുടെ കുറ്റമല്ല, ഒരുതരം മാനസിക രോഗത്തിന്റെ സ്വഭാവമാണ്. എനിക്ക് രോഗമായിരിക്കും. ഇത് കണ്ടോ? എന്താണ്? മുടി, തലമുടി. അലക്കാനിട്ടിരുന്ന അങ്ങയുടെ സൂട്ടേന്ന് കിട്ടിയതാ. കണ്ടെന്ന് പറഞ്ഞാ എനിക്ക് രോഗം. എടുത്ത് സൂക്ഷിച്ചാ സത്യമായില്ലേ? ഇങ്ങനെയൊക്കെ കാണും, അതാണ് ഈ രോഗം. ഈ മാനസികാവസ്ഥയിൽ ഭർത്താവിന്റെ സെക്രട്ടറി സ്ത്രീയായിക്കൂടാ, രോഗികൾ സ്ത്രീകളായിക്കൂടാ, ഈവൻ ജോലിക്കാരി വരെ ലോക്കപ്പിൽ ഉറങ്ങേണ്ടി വരും. മിസ്റ്റർ തിലകൻ, ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ ഭർത്താവിന്റെ രോഗവിവരം പറയാനാണ്, എന്നെ പറ്റി അറിയാനല്ല. മനസ്സിലായോ? സിസിലി, സിസിലി, ആ പെട്ടിയൊക്കെ ഒരുക്കിക്കോ, നമുക്ക് പോവാം. എങ്ങോട്ടാ അമ്മേ? വീട്ടിലേക്ക്, പഴമണ്ടയിലോട്ട്. നമുക്ക് ഇവിടെ നിൽക്കണ്ട പോലെ. പെണ്ണേ, ആ ഒരുങ്ങിക്കോ. പേരപ്പം പണ്ടേ പറഞ്ഞതാ, ക്ലാരെ നിനക്ക് ഈ ചെറുക്കൻ ചേരത്തില്ലെന്ന്. അപ്പച്ചൻ കേക്കോ? അങ്ങനെ ഡോക്ടറെ മതി. ഞാനിനി ഇവിടെ നിൽക്കത്തില്ല. എന്തിനാ? ഞാൻ പോകും. ആ, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തന്നെ നല്ല ഒന്നാം തരം തറവാട്ടിൽ നിന്ന് 100 കല്യാണാലോചന വന്നതാ. നല്ല സുരസുന്ദരന്മാര് ചെറുപ്പക്കാര്. അപ്പൊ അങ്ങോട്ട് ഡോക്ടറെ മതി. ഓ, ഈ ഒരു പട്ടിയെ കൊണ്ട് ഞാൻ. എന്നിട്ട് എന്തായി? ഒരു പരിപാടി. ഓ, ഒരു പേപ്പടി. പെണ്ണേ, ഇതൊക്കെ കാറി കയറ്റി വെക്കേ. ആഹാ, നീ വരുന്നില്ലേ? ചാച്ചനിട്ടച്ച് ഞാൻ വരില്ലമ്മേ. വരുന്നില്ലെന്നോ? വേണ്ടടി, എന്റെ മുഖത്ത് നോക്കി നീ ഇത് പറഞ്ഞല്ലോ. നിന്നെ നൊന്ത പറ്റാ ഞാനാ, അതോർത്തോ? അത് പിന്നെ എനിക്ക് പ്രസവിക്കാൻ ഒക്കുവോ? അപ്പനും മോളും കൂടി ജീവിച്ചു. ഞാനേ തൽക്കാലം അങ്ങനെ പോകുന്നില്ല. വേണ്ട, പോകാൻ ഞാൻ പറഞ്ഞു. പോയാ പിന്നെ കൃഷിക്ക് സൗകര്യമായല്ലോ ഇല്ലേ? എന്തോന്ന് കൃഷി? വാഴകൃഷി. എന്റെ ഐസക് ഡോക്ടറെ, ഞാൻ കുറെ വർഷമായി കാണുകയല്ലേ. കാണിച്ചിട്ടുള്ള വൃത്തികേടുകളുടെ കണക്കെടുത്താ കൂടെ ആര് ജീവിക്കും?
ഞാൻ ജീവിക്കും. വിവാഹമെന്ന് കൂതാശ അനുസരിക്കാൻ കടപ്പെട്ടവളാണ് ഞാൻ. ആ കൂതാശ ഉണ്ടാക്കിയ മഹാമനുഷ്യനെ ഒന്ന് നേരിൽ കണ്ടിരുന്നെങ്കിൽ. എന്തിനാ? അല്ല, എനിക്ക് രക്ഷപ്പെടാമായിരുന്നു. നിങ്ങൾക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടണം, അതല്ലേ വിചാരം? അത് മാത്രമല്ല വിചാരം. പോകരുതെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞോ? പറഞ്ഞോടി. ഒരു ചാച്ചനും പൊന്നുവരെ മോള്. എന്തു പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചാച്ചന്റെ കണ്ണുകളിൽ നൊമ്പരത്തിന്റെ നനവ് കാണുമ്പോ നോക്കി നിൽക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ. ഐ എം ഹെൽപ്ലെസ്. ഈ അന്തരീക്ഷത്തിൽ ഞാൻ ഒറ്റപ്പെടുകയല്ലേ. ഒരമ്മയുടെ സ്നേഹം, അച്ഛന്റെ വാത്സല്യം, എന്നെ സ്നേഹിക്കണം, എനിക്ക് സ്നേഹിക്കണം. നമ്മൾ ഒരേ ചിലവുള്ള പക്ഷികളാണ്. എല്ലാവർക്കും എന്ത് ചെയ്യാനാ? കിട്ടിപ്പോയില്ലേ, കളഞ്ഞു പോകാനൊക്കെ. ശരി അമ്മുകുട്ടി, നിനക്ക് വിശേഷമൊന്നുമില്ലല്ലോ?
തന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കട്ടെ എന്ന്. എന്ത് കാര്യം? നമ്മൾ ഇതുവരെ അതേപ്പറ്റി പറഞ്ഞില്ലല്ലോ. ഏതെപ്പറ്റി? അതേപ്പറ്റി ഏതെപ്പറ്റി? അതേപ്പറ്റി ഏതെപ്പറ്റി? പിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? ഒന്ന് കാണട്ടെ. പല്ലവന് വായി നോക്കി നിൽക്കാൻ തന്നെ ലേഡീസ് ഹോസ്റ്റലാണോ? ആര് നോക്കിയെന്നാ നീ പറയുന്നത്? അപ്പുറത്താ ചെറുക്കൻ, ആ നായരുടെ മോൻ. എന്റെ പൊന്നു ക്ലാരെ, നിനക്ക് ഇത്രയും പ്രായമായില്ലേ? നിന്നെ ഇനി ആര് നോക്കാനാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ നോക്കാൻ ഞാൻ നിങ്ങളെപ്പോലെ അഴിഞ്ഞാടി നടക്കൊന്നുമല്ല. പിന്നെ ആരെ നോക്കിയെന്നാ നീ പറയുന്നേ? നിങ്ങളെ പുന്നാര മോളെ, അല്ലാതെ ആരെയാ? ഓഹോ, അപ്പൊ നീ പ്ലേറ്റ് തിരിച്ചു വെച്ചു അല്ലേ? എന്തോന്ന്? അവൻ നോക്കുന്നല്ലേ കണ്ടുള്ളൂ, ഇനി അവള് നോക്കാതെ നോക്കിയാ മതി. 10 ഗുണം 10 ഗുണം. നിങ്ങളുടെ മകളായതുകൊണ്ടുള്ള പേടിയേ ഉള്ളൂ. പേടിക്കണ്ട, അമ്മ പഴമുണ്ടല്ലേ. വിത്ത് കൈക്കാട്ടല്ലേ? ഓ പിന്നെ, നാട്ടുകാരെല്ലാം തൈക്കാട്ടുകാരുടെ പിള്ളേർ ചുമക്കല്ലേ. എന്റെ ക്ലാരെ, നീ പോയി കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, മോളെ വഴിതെറ്റിക്കല്ലേ എന്ന്. മകളുടെ കാര്യം പറഞ്ഞപ്പോ എന്തെങ്കിലും ഒരു ചൂടുണ്ടോ നോക്കിയേ. ഞാനിത് ഉണ്ടച്ചായ ഇതെന്തോ വേഷാടി വേണേ? ചില ഇട്ടുവെള്ളത്തിന് ഉറയിട്ട് പോലെ കൊച്ചമ്മ ഇടാൻ പറഞ്ഞിട്ടാ. സുഖമല്ലേ വേണേ? ആ, എങ്ങനെ കഴിയുന്നു? പെണ്ണേ, പെണ്ണേ. ആഹാ, പോളോട്ട് വന്നോ? നീ എവിടെയായിരുന്നു? ചെറിയൊരു ടൂറിലായിരുന്നു. നീ അങ്ങ് വല്ലാതായി പോയല്ലോ കൊച്ചെ. ഇതെന്നാ പണി ചേച്ചി പെണ്ണെ കാണിച്ചു വെച്ചിരിക്കുന്നത്? നീ എന്റെ ആങ്ങളെയാണെന്ന് പറയാൻ നാണാവുന്നല്ലോടാ. ജോലിക്കാർ എങ്ങനെയാ നിനക്കെന്നേടാ? കണ്ടപ്പോ പറഞ്ഞതേ ഉള്ളൂ. എന്തിനാ കാണാൻ പോയേ? എന്താ ചേച്ചി? ഓ, അവന്റെ ഒരു ആന കാര്യം പറയാൻ വന്നപ്പോഴാ ചേന കാര്യം. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നീ ആശ്വാസമായത്. ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഇതൊക്കെ വെറുതെ തോന്നാണ് എനിക്ക്. കേട്ടില്ല അവന്റെ പഞ്ചാര പാട്ട്? ഓ, നോക്ക്. എന്താണത്? വാണം. എന്തുവാ? വാണം. കൊച്ചമ്മേ,
ആഹാ പോളിയോ എവിടെ നാടേ ചീനാന്നേ ആഹാ ഈപ്പൻ എപ്പ എത്തി മലയാളി അളിയാ എത്തേ ഉള്ളേ വഴിക്ക് വെച്ചേ ഒരു അമറൻ തിരക്കിനെ കണ്ടു വളഞ്ഞോടെ ആ എങ്കിൽ നമുക്കൊക്കെ ഒന്ന് കാണണ്ടേ? എന്തോന്ന് എല്ലാവർക്കും കൂടി ഒന്ന് കാണണ്ടേ? ആ ഇല്ലടാ അവിടെ പണ്ടേ നീ കാണാൻ വിടൂ വാണം പുസ്തകം തരൂ കിട്ടിയാ കൊള്ളാം. വലിയ വീട്ടിലെ പെമ്പിള്ളാരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. എക്സ്ക്യൂസ് മീ അളിയ, ഞാനൊരു ശകലം ആയിപ്പോയി. അളിയൻ അതിൽ വിരോധം കുറവൊന്നുമില്ലല്ലോ. ഹേയ് എന്തോന്ന് വിരോധക്കുറവ് കൊച്ചളിയാ. ഡവർത്തോട്ടത്തിന്റെ ഏക്കറേജ് കൂടുമ്പോ വലിയ വീട്ടിലെ പിള്ളേരുടെ ഒരു സ്റ്റൈലായത്. എന്തോ അളിയ, എന്തളിയ അത്ര അളിയ എന്താ? ശരിയാത്. അളിയനൊരു സ്മോള് കഴിക്കുന്നോ? എടാ കൊച്ചു കഴിവുള്ളവനെ, നിന്റെ ഈ കള്ളുകളി ഉണ്ടല്ലോ അങ്ങ് കാഞ്ഞിരപ്പള്ളി കൊണ്ട് വെച്ചാ മതി. നിലയ്ക്കലെ പാരമ്പര്യമുള്ള മതിലേക്കിളിത്ത തറവാട്ട് മഹിമ ഉള്ളവരാണ് ഈ കാഞ്ഞിരപ്പള്ളിക്കാർ. ഞാൻ കൊള്ളാം. അതിലള്ളിയന് വിരോധക്കുറവൊന്നും ഇല്ലല്ലോ. ആ പാരമ്പര്യം ഉള്ളതുകൊണ്ടല്ലേ നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിയത്. അങ്ങനെയുള്ള എന്റെ പെങ്ങടമാക്ക് എന്റെ മരുമകൾക്ക് ഒരു ഇടക്കുറവ് വരാൻ ഞാൻ സമ്മതിക്കല്ല അളിയാ, സമ്മതിക്കല്ല. ആ സമ്മതിക്കരുത്. എന്നാലേ ഞാൻ അവരിട്ട് കൊടുത്തു. ഒറ്റ പൊട്ടി മിടുക്കൻ, മിടുമിടുക്കൻ. ആ അതാണ് എന്റെ അളിയൻ, എന്റെ പൊന്നളിയൻ, എന്റെ പൊന്നു കുടത്തളിയൻ. ചുമ്മാ പോളി, എന്നാടാ ഈ കാണിക്കുന്നേ? പോയി വല്ലതും കഴിക്കുന്നുണ്ടോ? ആ വല്യേച്ചേ, കുഞ്ഞാങ്ങളെ ഒന്ന് വിളിച്ചോണ്ട് പോ. എന്റെ പൊല്ലേച്ചി, പൊന്നിൽ കുടത്തേച്ചി. പൊല്ലളിയോ പൊന്നേച്ചി. എന്റെ പൊന്നമ്പടൂ. പോളി, ചേച്ചി ആരാ? ആരാ ചേച്ചി? നിനക്കിട്ട് ഞാൻ